കേരളത്തിൽ സർക്കാർ നേതൃത്വത്തിൽ കുരിശുകൾ തകർക്കപ്പെടുന്ന കാലമായി മാറുകയാണ്. ഭാരതത്തിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും വർഗീയ ഭ്രാന്തന്മാരാണ് കുരിശുകൾ തകർക്കുന്നതെങ്കിൽ മതേതരത്വത്തിന്റെ വക്താക്കളായി ഇടതുമുന്നണി ഭരിക്കുന്ന കേരളത്തിൽ സർക്കാർ ചെലവിലാണ് വിശുദ്ധ കുരിശുകൾ തകർക്കപ്പെടുന്നത്. ഡൽഹിയിൽ കുരിശിന്റെ വഴി നടത്താൻ സർക്കാർ അനുമതി നിഷേധിച്ചതിൽ വലിയ വായിൽ നിലവിളിച്ച കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൊമ്മൻകുത്തിലടക്കം വിശുദ്ധ കുരിശുകൾക്ക് നേരെ നടന്ന ഭീകരമായ ആക്രമണങ്ങളെ കുറിച്ച് വാ തുറന്നില്ല. കേരളത്തിലെ വേറെ ഏതെങ്കിലും ഒരു മതം ആദരിക്കുന്ന ചിഹ്നമായിരുന്നു ഇങ്ങനെ നിന്ദിക്കപ്പെടുകയും തകർക്കപ്പെടുകയും ചെയ്തെങ്കിൽ എന്താകുമായിരുന്നു നാട്ടിലെ സ്ഥിതി? കേരളത്തിലെ പുറമ്പോക്കുകളിൽ പോലും ഇത്തരം എന്തുമാത്രം മതചിഹ്നങ്ങൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അവയെല്ലാം സ്വസ്ഥമായി നിൽക്കുമ്പോൾ 7 പതിറ്റാണ്ടായി കൈവശം വെച്ച് അനുഭവിക്കുന്ന ഭൂമിയിലെ കുരിശ് വനം വകുപ്പ് അധികൃതർ നശിപ്പിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നു. ആപത്താണ് ഈ കളി. ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് തലയൂരാൻ നോക്കരുത്. നാട്ടിലുള്ള കുരിശുകൾ മുഴുവൻ തകർക്കുവാൻ ഇവിടം ഇസ്ലാമിക് തീവ്രവാദി സംസ്ഥാനമോ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമോ ആയിട്ടില്ലല്ലോ. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 2017 ഏപ്രിലിൽ മൂന്നാറിലെ പാപ്പാത്തിമലയിൽ 60 വർഷമായി കൈവശമുള്ള ഭൂമിയിൽ നിന്ന കുരിശ് ഓഗസ്റ്റിൽ തിരുവനന്തപുരത്ത് വിതുരയിൽ ബോണക്കാട് കുരിശുമലയിൽ കുരിശിന്റെ വഴിയിൽ സ്ഥാപിച്ചിരുന്ന കുരിശുകൾ ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് 2025 മാർച്ചിൽ പരുന്തുംപാറയിൽ സ്ഥാപിച്ചിരുന്ന കുരിശ്, ഏപ്രിലിൽ ഇടുക്കി ജില്ലയിലെ തൊമ്മൻകുത്തിൽ സ്ഥാപിക്കപ്പെട്ടിരുന്ന കുരിശ് എന്നിവയാണ് സമീപകാലങ്ങളിൽ തകർക്കപ്പെട്ടത്. 2017 പാപ്പാത്തിമലയിലെ കുരിശ് തകർത്തപ്പോൾ അതിനെതിരെ രൂക്ഷമായി പ്രതികരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ഇപ്പോൾ മൗനത്തിലാണ്. ക്രൈസ്തവർ അനങ്ങുന്നില്ലെങ്കിൽ പിന്നെ നമുക്കെന്ത് എന്നാവും ചിന്ത. ഏതായാലും തൊമ്മൻകുത്തിലെ വിഷയം കോതമംഗലം രൂപത തന്നെ ഏറ്റെടുത്ത സാഹചര്യത്തിൽ കാര്യങ്ങൾ തീരെ നിസാരമായി പോവില്ല. അവിടെ 65 വർഷമായി കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയിലാണ് കുരിശ് സ്ഥാപിക്കപ്പെട്ടതും വനം വകുപ്പുകാർ തകർത്തതും. മനോജ് എന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ കുരിശ് തകർക്കുക മാത്രമല്ല വിശുദ്ധ കുരിശിനെ വളരെ നിന്ദ്യമായി അവഹേളിച്ചതായും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. കേരളത്തിൽ ഫോറസ്റ്റ് രാജാണ് നടക്കുന്നത്. വന്യമൃഗങ്ങളെക്കാൾ ജനങ്ങൾക്ക് ഭീഷണിയായിട്ടുണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എന്ന് കോതമംഗലം മെത്രാൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ആരോപിച്ചു. വന്യജീവി ആക്രമണത്തിൽ ജനങ്ങൾ പൊറുതിമുട്ടി കഴിയുമ്പോൾ അവരുടെ നെഞ്ചിൽ ചവിട്ടി നിന്ന് ജനാധിപത്യ വിരുദ്ധവും മനുഷ്യത്വരഹിതവുമായി പെരുമാറുകയാണ് വകുപ്പ് അധികൃതർ. പതിറ്റാണ്ടുകളായി കർഷകർ കൈവശം വെച്ച് അനുഭവിക്കുന്ന ഭൂമിയിൽ കടന്നുകയറി അവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെയുള്ള കുരിശ് പിഴുതെറിയാൻ കൂടി മുതിർന്നു. ക്രൈസ്തവർക്ക് കുരിശ് രക്ഷയുടെ അടയാളമാണ്. വിശുദ്ധ വാരത്തിലേക്ക് ക്രൈസ്തവർ പ്രവേശിക്കുന്ന വേളയിൽ തന്നെ കുരിശുകൾ പിഴുതെറിഞ്ഞ സംഭവത്തിന് പിന്നിൽ അവഹേളനമുണ്ടെന്ന് സംശയിക്കണം. മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ വളരെ സംയമനത്തോടെ പറഞ്ഞു. വനം വകുപ്പിന്റെ സ്ഥലത്തായിരുന്നു കുരിശ് എങ്കിൽ നീക്കം ചെയ്യാൻ ആവശ്യപ്പെടാമായിരുന്നു. ഒരു നിമിഷം പോലും വൈകാതെ ഭക്തിപൂർവ്വം നീക്കം ചെയ്ത് തരുമായിരുന്നു. എന്നാൽ വനം വകുപ്പിന്റെ അല്ലാത്ത സ്ഥലത്ത് സ്ഥാപിക്കപ്പെട്ട കുരിശിനോട് കാണിച്ചത് നിന്ദ്യവും ക്രൂരവുമായ നടപടിയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആലുവ മൂന്നാർ രാജപാതയുടെ കാര്യത്തിലും വനം വകുപ്പ് കാണിക്കുന്ന ധാർഷ്ട്യത്തിൽ ബിഷപ്പിന് അമർഷമുണ്ട്. മരാമത്ത് വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഈ റോഡ് വനം വകുപ്പ് കൈക്കലാക്കി. ഇതിലെ കോതമംഗലത്ത് നിന്നും 60 കിലോമീറ്ററാണ് മൂന്നാറിലേക്ക് ഉള്ളത്. മാങ്കുളം, ആനക്കുളം ഭാഗത്തുള്ളവർക്ക് ഈ വഴി എളുപ്പം കോതമംഗലത്ത് എത്താനാവും. കുട്ടമ്പുഴ, പൂയംകുട്ടി, മാങ്കുളം, ആനക്കുളം പ്രദേശങ്ങളുടെ സമഗ്ര വികസനത്തിന് ഈ പാത ഏറെ സഹായകവുമാണെന്ന് ബിഷപ്പ് ചൂണ്ടിക്കാട്ടി. സംസ്ഥാന ഭരണം വനം വകുപ്പിന് തീറെഴുതിയതുപോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നതെന്നും ബിഷപ്പ് കുറ്റപ്പെടുത്തി. കുരിശിനെ അപമാനിച്ചതിൽ പരസ്യമായി JCB കൊണ്ട് കുത്തി കീറുന്നത് കാണേണ്ടി വന്നതിൽ വേദനിക്കുന്നവരുണ്ട്. എങ്കിലും അതിന്റെ പേരിൽ ഒരു ഹർത്താലിന് പോലും ക്രൈസ്തവർ തയ്യാറായില്ല എന്നത്
ആ സമൂഹത്തിന്റെ മഹത്വം. അതിനെ ദൗർബല്യമായി കരുതരുത്. പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 2017 പാപ്പാത്തി മലയിലാണ് സർക്കാർ ചെലവിൽ ആഘോഷമായി കുരിശു തകർക്കൽ കൊണ്ടാടിയത്. അതിന് നേതൃത്വം കൊടുത്ത IAS റാങ്ക് ഹോൾഡർ ഇപ്പോൾ IAS സർവീസിന്റെ ഭാഗമായ ജില്ലാ കളക്ടർ പദവി വഹിക്കുവാൻ പോലും സാധിക്കാതെ വട്ടം കറങ്ങുകയാണ്. ക്രൈസ്തവരുടെ സമരം മൂലമല്ല, അദ്ദേഹത്തിന്റെ പ്രവൃത്തി ദോഷം കൊണ്ട്. കുരിശ് തകർത്ത് 2 വർഷം കഴിഞ്ഞ് 2019 ഓഗസ്റ്റ് 3 മദ്യപിച്ച് ലഹരിമൂത്ത് വഫ ഫിറോസ് എന്ന പെൺ സുഹൃത്തുമായി കാർ ഓടിച്ച് ഒരു യുവ പത്രപ്രവർത്തകനായ KM ബഷീറിനെ കാറടിച്ചു കൊന്ന കേസിൽ പ്രതിയാണ് ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന ആ കുരിശു നിന്ദകൻ. മരണം നടന്ന സ്ഥലത്തു നിന്ന് പോലീസ് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ രക്തപരിശോധനയ്ക്ക് സമ്മതിക്കാതിരുന്നതുകൊണ്ട് മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസിന് തെളിയിക്കാനാവാതെ വരുമെന്നും അങ്ങനെ കേസിൽ നിന്നും ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാനാകുമെന്നാണ് ഇഷ്ടൻ കരുതിയത്. ആ പഴുതിലൂടെ സെഷൻസ് കോടതി അദ്ദേഹത്തെയും വഫയെയും മനഃപൂർവ്വമുള്ള നരഹത്യ കുറ്റത്തിൽ നിന്നും ഒഴിവാക്കി. കേരള സർക്കാരും ബഷീറിന്റെ പത്രവും ഹൈക്കോടതിയിൽ അപ്പീൽ പോയി. ഹൈക്കോടതി സെഷൻസ് കോടതിയുടെ വിധി റദ്ദാക്കി. രക്തപരിശോധനയ്ക്ക് തടസ്സം നിന്നത് അവഗണിക്കാനാവില്ലെന്ന് ഹൈക്കോടതി വിധിച്ചു. അതിനെതിരെ അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചു. ഇനി സുപ്രീം കോടതിയുടെ വിധി വരണം. കൊലപാതകത്തെ തുടർന്ന് 6 മാസക്കാലം സസ്പെൻഷനിലായിരുന്ന വെങ്കട്ടരാമനെ 2020 മാർച്ചിൽ സർവീസിൽ തിരിച്ചെടുത്തു. മുസ്ലിം സംഘടനകൾ അതിനെതിരെ പ്രക്ഷോഭം ഉണ്ടാക്കി. ഇതിനിടെ 2022 ജൂലൈയിൽ ആലപ്പുഴ കളക്ടറായി നിയമിച്ചു. മുസ്ലിം സംഘടനകളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് അദ്ദേഹത്തെ 2022 ഓഗസ്റ്റ് 1 സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ജനറൽ മാനേജരാക്കി. മരിയ സൂസ എന്ന വ്യക്തി 60 വർഷത്തിലേറെയായി കൈവശം വെച്ച് അനുഭവിക്കുന്ന ഭൂമിയിൽ നിന്ന കുരിശാണ് വെങ്കിട്ടരാമൻ നശിപ്പിച്ചത്. 1994 2004 ഈ സ്ഥലത്തിന് പട്ടയത്തിനായി മരിയ സൂസ സർക്കാരിൽ അപേക്ഷിച്ചിരുന്നു. സൂര്യനെല്ലി കത്തോലിക്ക പള്ളി ഇടവകയിൽ നിന്നും ദുഃഖ വെള്ളിയാഴ്ചകളിൽ അങ്ങോട്ട് കുരിശിന്റെ വഴി നടത്തിയിരുന്നു. കുരിശ് തകർക്കപ്പെടുമ്പോൾ സൂര്യനെല്ലി ഇടവക്കാരനായ ടോം സക്രിയ എന്ന ആളുടെ കൈവശമായിരുന്നു ഭൂമി. അദ്ദേഹം സ്പിരിറ്റ് ഇൻ ജീസസ് എന്ന സംഘടനയുടെ നേതാവുമായിരുന്നു. പാപ്പാത്തിമലയിൽ നടന്ന സംഭവത്തെ CPM അന്ന് ശക്തമായി അപലപിച്ചു. ബാബറി മസ്ജിദ് തകർത്തതുപോലെ ഒന്നാണ് എന്നാണ് ഇടുക്കിയിലെ CPM നേതാവ് MM മണി അന്ന് കുറ്റപ്പെടുത്തി. അന്ന് ബാബറി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ മറിഞ്ഞു വീഴുന്നത് ചാനലുകൾ കാണിച്ചതുകൊണ്ടുകൂടിയാണല്ലോ മണിക്കൂറുകൾക്കകം ബാംഗ്ലൂരിലും ബോംബെയിലുമെല്ലാം ഇന്ത്യ കത്തിയത്. അതുപോലെ ലോകത്താകെ കുരിശു മറിക്കുന്നത് കാണിക്കുവാൻ ചാനലുകാരെയെല്ലാം കൂട്ടിയായിരുന്നു വെങ്കിട്ടരാമന്റെ വരവ്. അന്ന് കൃത്യസമയത്ത് മുഖ്യമന്ത്രി ഇടപെട്ട് സംഭവത്തെ തള്ളി പറഞ്ഞത് ഈ സംഭവത്തിൽ വേദനിച്ചവരെ വല്ലാതെ ആശ്വസിപ്പിച്ചതായി പ്രമുഖരായ ചില വലതുപക്ഷ രാഷ്ട്രീയ നേതാക്കൾ വരെ സ്വകാര്യമായി പറഞ്ഞു. കുരിശ് എന്തിനു തകർത്തു? അന്ന് മുഖ്യമന്ത്രി പിണറായി വിശ്വാസികൾക്ക് ഒപ്പം നിന്ന് ചോദിച്ചു. കുരിശിൽ വിശ്വസിക്കുന്ന വലിയ സമൂഹമുള്ള നാടാണിത്. സർക്കാർ അനുമതി ഇല്ലാതെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? സർക്കാർ കുരിശിന് എതിരാണ് എന്ന ചിന്തയാണ് ഇതിലൂടെ പടർത്തിയത്. കളക്ടറെ വിളിച്ച് താൻ അതൃപ്തി അറിയിച്ചതായും മുഖ്യമന്ത്രി വെളിപ്പെടുത്തി. സർക്കാരിനെതിരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന നടപടിയാണ് ഉദ്യോഗസ്ഥൻ ചെയ്തത്. കുരിശുമായി യുദ്ധം ചെയ്യുന്നുവെന്ന് വരും. 2017 ഏപ്രിൽ 22 കോട്ടയത്ത് ഹെഡ്ലോഡ് വർക്കേഴ്സിന്റെ 13ാം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തപ്പോഴും മുഖ്യമന്ത്രി കുരിശു വിഷയം ഉന്നയിച്ചു. പ്രത്യാശയുടെയും കരുണയുടെയും പ്രതീകമായി കരുതപ്പെടുന്നതാണ് കുരിശ്. അത് തകർത്തത് എന്തിന്? ഇത്തരമൊരു നടപടിക്ക് മുൻപ് സർക്കാരിനോട് അനുവാദം ചോദിക്കേണ്ടതില്ലേ? ഇവിടെ ഒരു സർക്കാർ ഉണ്ടെന്ന് മറന്നോ? വനം കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കണം, പക്ഷേ കുടിയേറ്റ കർഷകനെ വേദനിപ്പിക്കരുത്. ഉദ്യോഗസ്ഥൻ ചെയ്താലും ഉത്തരവാദിത്തം സർക്കാരിനായിരിക്കും, പേരുദോഷവും.
നിയമസഭയിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. കുരിശ് തകർത്തതിനെ മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തിയതിനെ അദ്ദേഹം അനധികൃത കയ്യേറ്റത്തെ ന്യായീകരിക്കുവാൻ ചെയ്തതായി ചിലർ വ്യാഖ്യാനിച്ചിരുന്നു. മുഖ്യമന്ത്രി അറിയാതെയാണ് കുരിശ് തകർത്തതെന്ന് അദ്ദേഹം പറഞ്ഞതുപോലും വിശ്വസിക്കുവാൻ പലർക്കും മടിയുണ്ട്. കോൺഗ്രസിലെ അതിവിപ്ലവകാരികൾക്ക് ഇതൊന്നും അന്ന് മനസ്സിലായിരുന്നില്ല. അവരുടെ രാഷ്ട്രീയ കാര്യസമിതി കൂടിയപ്പോൾ കുരിശു പൊളിച്ചതിനെ എതിർത്ത PV തങ്കച്ചനെ പൊരിക്കാനായിരുന്നു ആവേശം. കുരിശു നാട്ടി കയ്യേറ്റം നടത്തുന്നു എന്ന മട്ടിൽ VD സതീശിനെയും വിഷ്ണുനാഥിനെയും പോലുള്ള വിപ്ലവകാരികൾ അരങ്ങു തകർത്തതായി അന്ന് വാർത്ത പ്രചരിച്ചിരുന്നു. ആരും അത് നിഷേധിച്ചതുമില്ല. KPCCയുടെ അന്നത്തെ താൽക്കാലിക പ്രസിഡന്റ് ഹസൻ ഉടനെ നിലപാട് വ്യക്തമാക്കി. കുരിശു തകർത്തതിൽ കോൺഗ്രസിന് സങ്കടമില്ല. കുരിശു തകർക്കാനുള്ള ചിലരുടെ അജണ്ട നടപ്പാക്കുന്നതിന് കോൺഗ്രസ് കൂട്ടുനിൽക്കില്ലെന്നും ഹസൻ കൂട്ടിച്ചേർത്തു. പാപ്പാത്തിമല സംഭവത്തിനു ശേഷം 2017 ഓഗസ്റ്റിൽ തിരുവനന്തപുരത്ത് വിതുരയിൽ ബോണക്കാട് കുരിശുമലയിൽ കുരിശിന്റെ വഴിയിൽ സ്ഥാപിച്ചിരുന്ന കുരിശുകൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തകർത്തത് വലിയ വിവാദമായി. സർക്കാർ തന്നെ ഇടപെട്ട് അന്ന് പരിഹാരമുണ്ടാക്കി. കുരിശിന്റെ വഴിയിൽ സിമന്റ് കുരിശുകൾക്ക് പകരം തടിക്കുരിശ് സ്ഥാപിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് തൊമ്മൻകുത്തിൽ കോതമംഗലം രൂപതയുടെ നാരങ്ങാനം ഇടവകയിലെ തൊമ്മൻകുത്തിൽ 2025 ഏപ്രിൽ 11 സ്ഥാപിച്ച കുരിശ് തകർക്കപ്പെട്ടത്. 6 പതിറ്റാണ്ടിലേറെയായി കൈവശം വെച്ച് അനുഭവിക്കുന്ന ഭൂമിയിലെ കുരിശാണ് തകർക്കപ്പെട്ടത്. സ്ഥലത്തിന് പട്ടയമില്ല എന്നത് സത്യമാണ്. പക്ഷേ വനഭൂമി ജണ്ടയിട്ട് തിരിച്ചിരിക്കുന്നിടത്തു നിന്നും ഏറെ അകലെയാണ് കുരിശ് സ്ഥാപിക്കപ്പെട്ടിരുന്നത്. സമീപ പ്രദേശത്താകട്ടെ വലിയ തെങ്ങുകളും മാവും പ്ലാവും എല്ലാം നിൽക്കുന്നുമുണ്ട്. പട്ടയമില്ലാത്ത ഭൂമിയിലെ കുരിശുകൾ തകർക്കുവാൻ സർക്കാർ തുനിഞ്ഞാൽ കോതമംഗലം, ഇടുക്കി, വിജയപുരം, കാഞ്ഞിരപ്പള്ളി, തിരുവല്ല രൂപതകളിലെ എത്രയോ പള്ളികളും കുരിശടികളും തകർക്കേണ്ടി വരും. ഇതിനുള്ള ടെസ്റ്റ് ഡോസ് ആണോ തൊമ്മൻകുത്ത് സംഭവം? പാപ്പാത്തിമലയിലെ കുരിശു തകർത്തപ്പോൾ മുതൽ ക്രൈസ്തവ സമൂഹം പുലർത്തിയ ആത്മസംയമനം ആപത്തായി മാറുകയാണോ എന്ന സംശയം സമൂഹത്തിൽ ശക്തമാവുകയാണ്. വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങളിൽ വല്ലാതെ പൊട്ടിത്തെറിക്കുന്നവരെല്ലാം ഇവിടെ നിശബ്ദരാകുന്നു. മൂന്നാറിലെ പാപ്പാത്തിമലയിലെ അനധികൃത ഭൂമിയിലാണ് കുരിശ് നിന്നതെന്ന ന്യായം പറഞ്ഞാണ് അന്ന് വെങ്കിട്ടരാമൻ കുരിശ് തകർത്തത്. അതും ചാനലുകളെയെല്ലാം വിളിച്ചുകൂട്ടി. മുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ അറിയാതെ 144 പ്രഖ്യാപിച്ചാണ് സബ് കളക്ടർ ആ സാഹസം കാണിച്ചത്. പക്ഷേ ഒരു ചോദ്യം ഉയരുന്നു. മൂന്നാറിലെ എല്ലാ അനധികൃത കയ്യേറ്റങ്ങളും തകർത്ത ശേഷമാണോ അധികാരികൾ വിശുദ്ധ കുരിശിൽ കൈവച്ചത്? പാപ്പാത്തിമലയിലെ കുരിശു തകർക്കാൻ വലിയ തിടുക്കമായിരുന്നില്ലേ? അദ്ദേഹത്തിന് IAS പരീക്ഷയ്ക്ക് റാങ്ക് കിട്ടിയെന്ന മറുവാദം എങ്ങനെ കുരിശു തകർത്തതിന് ന്യായമാകും? വിമർശിക്കുന്നവരുടെ വിദ്യാഭ്യാസ യോഗ്യതയിൽ പിടിച്ചാണ് അടുത്ത പരിഹാസം. പഠിപ്പ് കുറഞ്ഞവർക്ക് നിലപാട് പാടില്ലേ? ഒരു പറ്റം ചാനലുകാരുമായി അവിടെ ചെന്ന് കുരിശു തകർത്ത ഉദ്യോഗസ്ഥന് IAS ഉണ്ടെങ്കിലും വിവേകമില്ലാതെ പോയി. ഈ റാങ്കുകാരനാണല്ലോ പിന്നീട് മദ്യപിച്ച് ലക്ക് കെട്ട് ഒരു പാവം പത്രക്കാരനെ ഇടിച്ചു കൊന്നത്. കുരിശ് തകർത്തതിന് ക്രൈസ്തവർ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും പത്രക്കാരന്റെ ആൾക്കാർ പിന്നാലെ കൂടി അയാളെ വേട്ടയാടുന്നുണ്ട്. അനധികൃത കയ്യേറ്റത്തെ കുറിച്ച് പറയുന്നവർ എന്റെ ടാറ്റയുടെ ഭൂമി അളക്കുന്നില്ലേ? വേണ്ട, CPIയുടെ പാർട്ടി ഓഫീസ് പൊളിക്കുന്നില്ല. പണ്ട് VS അയച്ച പൂച്ചകളിൽ ഒരാൾ പലവട്ടം പറഞ്ഞില്ലേ അത് അനധികൃത ഭൂമിയിലാണെന്ന്? മൂന്നാറിലെ രവീന്ദ്രൻ പട്ടയങ്ങളും PKVയുടെ പേരിൽ വാങ്ങിയ കുടികടപ്പ് പട്ടയവും ഒക്കെ മറക്കാനാവുമോ? സർക്കാർ തീക്കൊള്ളി കൊണ്ട് തല ചൊറിയരുത്. കുരിശുകൾ തകർക്കുന്ന പ്രവർത്തികൾ നിർത്തണം. തകർത്ത കുരിശുകൾ പുനർനിർമ്മിക്കണം. തോന്നിയാസം ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ ശിക്ഷണ നടപടി ഉണ്ടാവണം. അന്ന് കുരിശിനെ നിന്ദിച്ച ഉദ്യോഗസ്ഥൻ ഇന്ന് നിലയില്ലാ കയത്തിലാണ്. അതിന് കൂട്ടുനിന്ന കോൺഗ്രസ്സുകാർ വീണ്ടും തോറ്റു. സംഭവത്തെ അപലപിച്ച മുഖ്യമന്ത്രി വീണ്ടും കേരളം ഭരിക്കുന്നു. കാലത്തിന്റെ അടയാളങ്ങൾ എങ്കിലും മനസ്സിലാക്കുക.
വഖഫ് സമരത്തിന്റെ പേരിൽ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾ ഭാരതത്തിൽ മതരാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള തങ്ങളുടെ ഗൂഢലക്ഷ്യമാണ് നടപ്പാക്കുന്നതെന്ന് സമസ്തയുടെ മുഖപത്രമായ സിറാജ് അടക്കം ആരോപിക്കുന്നത് വഖഫ് നിയമവിരുദ്ധ സമരങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. 2025 ഏപ്രിൽ 12 മുഖപ്രസംഗത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ഉള്ളിലിരിപ്പ് സമസ്ത തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ സമരത്തിലും ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ഉള്ളിലിരിപ്പ് ഇതായിരുന്നുവെന്നാണ് സിറാജ് കരുതുന്നത്. BJP പറയുന്നതാണ് സത്യമെന്ന് സമസ്തയ്ക്ക് പോലും സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ 2025 ഏപ്രിൽ 9 ബുധനാഴ്ച ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളായ സോളിഡാരിറ്റിയും SIOയും നടത്തിയ കരിപ്പൂർ വിമാനത്താവള മാർച്ചിൽ പൊളിറ്റിക്കൽ ഇസ്ലാം സംഘടനയായ മുസ്ലിം ബ്രദർഹുഡിന്റെ നേതാക്കളായ ഹസൻ ഉൽ ബന്നയുടെയും മുഹമ്മദ് ഗുത്തുവിന്റെയും ഹമാസ് നേതാക്കളായ യഹ്യ സിൻവർ, അഹമ്മദ് യാസിൻ എന്നിവരുടെ ഫോട്ടോയും പ്രക്ഷോഭകർ ഉയർത്തിപ്പിടിച്ചിരുന്നതാണ് ഇത്തരമൊരു ദേശവിരുദ്ധ ചിന്തയ്ക്ക് ഇടം നൽകിയത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് മാലിക മൊത്താസിംഖാനാണ് സമരം ഉദ്ഘാടനം ചെയ്തത്. 1921 മാപ്പിള കലാപം ആരംഭിച്ച തിരൂരങ്ങാടി മോസ്കിന്റെ ചിത്രവും മാർച്ചിൽ സംവഹിച്ചിരുന്നു. ഇതെല്ലാം കലാപ ആഹ്വാനങ്ങളായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത്. 1928 ഈജിപ്തിൽ സ്ഥാപിതമായ മുസ്ലിം ബ്രദർഹുഡ് 1948 ഡിസംബർ 8 നിരോധിക്കപ്പെട്ടു. ഈജിപ്തിലെ സർക്കാരാണ് നിരോധിച്ചത്. 1949 ബന്ന കൊല്ലപ്പെട്ടു. സിറാജ് കൂടി ഇത്തരമൊരു നിലപാട് എടുത്തതോടെ കാര്യങ്ങൾ കൃത്യമായി. ഇന്ത്യയിലെ വഖഫ് നിയമ ഭേദഗതി വിരുദ്ധ സമരവും ഈജിപ്തിൽ ഉദയം ചെയ്ത മുസ്ലിം ബ്രദർഹുഡും തമ്മിൽ എന്താണ് ബന്ധം? സിറാജ് ചോദിക്കുന്നു. ഈജിപ്തിലെ പ്രസിഡന്റ് ആയിരുന്ന ജമാൽ അബ്ദുൽ നാസിർ വധക്കേസിൽ 1966 ഓഗസ്റ്റ് 29 തൂക്കിക്കൊല ചെയ്യപ്പെട്ടവനാണ് മുഹമ്മദ് ഗുദൂബ്. ഹമാസ് നേതാക്കളുടെ ചിത്രങ്ങൾ സംവഹിച്ചിരുന്ന കാര്യം സിറാജ് പരാമർശിക്കുന്നതേ ഇല്ല. മധ്യപൂർവ്വ ദേശത്ത് ഇപ്പോൾ നടത്തുന്ന കൂട്ടക്കൊലകൾക്കെല്ലാം തുടക്കം കുറിച്ച തീവ്രവാദി സംഘടനയാണല്ലോ ഹമാസ്. യൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഇല്ലാതാക്കും എന്നതാണ് ഹമാസിന്റെ പ്രഖ്യാപിത നയം. മലപ്പുറത്ത് 2023 ഒക്ടോബറിൽ മുസ്ലിം ലീഗ് നടത്തിയ പാലസ്തീൻ അനുകൂല സമ്മേളനത്തിൽ ഹമാസ് നേതാക്കളുടെ വീഡിയോ പ്രസംഗം ഉണ്ടായിരുന്നു. വഖഫ് നിയമത്തിനെതിരെ ഭാരതത്തിലെ പ്രതിപക്ഷ കക്ഷികൾ എല്ലാം ചേർന്ന് നടത്തുന്ന സമരത്തെ സോളിഡാരിറ്റിയും ISOയും തങ്ങളുടെ ആശയ പ്രചാരണത്തിനുള്ള വേദിയാക്കി മാറ്റുന്നതിന്റെ അടയാളമാണിതെന്ന് സിറാജ് ചൂണ്ടിക്കാണിക്കുന്നു. വഖഫ് സമരത്തിൽ ജമാഅത്തെ ഇസ്ലാമി അവരുടെ മതരാഷ്ട്ര നിലപാട് സന്നിവേശിപ്പിക്കുന്നത് ആപത്താണെന്ന് സിറാജ് മുന്നറിയിപ്പ് നൽകി. പൗരത്വ വിരുദ്ധ സമരങ്ങളിലും ഇവർ ഈ സമീപനമാണ് കൈക്കൊണ്ടത്. പാരമ്പര്യ ഇസ്ലാമിനെ തള്ളിപ്പറഞ്ഞ് അബ്ദുൾ അലാൽ മൗദൂദി സ്ഥാപിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നവരാണ് മുസ്ലിം ബ്രദർഹുഡ്. ഇരു സംഘടനകളും തമ്മിൽ ആഴത്തിലുള്ള ബന്ധമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി മൗദൂദിയുടെ കൃതികൾക്കൊപ്പം മുഹമ്മദ് ഗുത്തുവിന്റെ കൃതികളും വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിക്കുന്നു. ഇവരുടെ ആദ്യകാല സംഘടനയായ സിമിയുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയ ആപത്താണ് ഇവരും ഉണ്ടാക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ തന്നെ വിഴുങ്ങുന്ന തീവ്രവാദ സ്വഭാവം സിമി കൈവരിച്ചപ്പോഴാണ് അവർ സിമി ബന്ധം ഉപേക്ഷിച്ചത്. ഹുക്കുമത്തെ ഇലാഹി എന്ന അബ്ദുൾ അലാൽ മൗദൂദിയുടെ മതരാഷ്ട്രവാദമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം. അത്തരമൊരു ഭരണകൂടവുമായി അല്ലാതെ മുസ്ലിമുകൾ സഹകരിക്കരുത് എന്നാണ് അവരുടെ പ്രബോധനം. ഇന്ത്യയിൽ വർഷങ്ങളോളം ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകാതെ ഇവർ വിട്ടുനിന്നത് അതുകൊണ്ടാണ്. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനോ സർക്കാർ ഉദ്യോഗം സ്വീകരിക്കുവാനോ പാടില്ലെന്നാണ് ഇവരുടെ നിലപാട്. ആരാധന പൂർണ്ണമാകണമെങ്കിൽ പോലും ഹുക്കുമത്തെ ഇലാഹി നിലവിൽ വരണം. പൊതുസമൂഹത്തിൽ നിന്നും വല്ലാതെ ഒറ്റപ്പെടുന്നതായി വന്നപ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ സർക്കാർ ജോലി സ്വീകരിക്കുവാനും തെരഞ്ഞെടുപ്പുകളിൽ പങ്കെടുക്കുവാനും തുടങ്ങിയതെന്ന് സിറാജ് വിശദീകരിക്കുന്നു. ഇപ്പോൾ അവർക്ക് വെൽഫെയർ പാർട്ടി എന്ന ഒരു സംഘടനയുണ്ട്. മിക്കവാറും ജനാധിപത്യ ചേരിയിലാണ് അവർ നിൽക്കുക. തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിനേക്കാൾ ജയിക്കുന്നവരെ ഉപയോഗിച്ച് പലതും നേടുകയാണ് അവരുടെ ലക്ഷ്യം. വഖഫ് നിയമത്തെ എതിർക്കുന്ന ഇന്ത്യ ബ്ലോക്കിലെ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും മാത്രമല്ല സമസ്ത പോലുള്ള മുസ്ലിം സംഘടനകളിൽ നിന്നും
മുസ്ലിം പണ്ഡിതന്മാരിൽ നിന്നും വരെ ഇത്രയും എതിർപ്പുണ്ടായിട്ടും ബ്രദർഹുഡ് ഹമാസ് നേതാക്കന്മാരുടെ ചിത്രങ്ങളുമായി നടത്തിയ സമരത്തെ സോളിഡാരിറ്റി ന്യായീകരിച്ചു. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളാണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞുവെന്ന് CPM നേതാവ് ഇളമരം പറഞ്ഞു. സോളിഡാരിറ്റിയുടെ നീക്കത്തെ MV ജയരാജൻ അപലപിച്ചു. സമരത്തിനെതിരെ ദേശദ്രോഹത്തിന് നടപടികൾ എടുക്കുവാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കവാടം തുറന്നു കൊടുക്കുകയാണ് സോളിഡാരിറ്റി ചെയ്തതെന്ന് KT ജലീൽ കുറ്റപ്പെടുത്തി. സമരക്കാർ ദേശവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതിന് കേരള പോലീസ് എന്ത് നടപടിയെടുത്തുവെന്ന് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ചോദിച്ചു. ഏതായാലും ഒന്ന് വ്യക്തമായി, ഇന്ത്യ ബ്ലോക്കിലെ പാർട്ടികൾ വഖഫ് വിരുദ്ധ സമര നേതാക്കളുടെ യഥാർത്ഥ ലക്ഷ്യം ഇനിയും മനസ്സിലാക്കിയിട്ടില്ല എന്ന് കരുതേണ്ടി വരും. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബി സിഇഒയും ആയ ഡോക്ടർ KM അബ്രഹാത്തിന് വരുമാനത്തിൽ കവിഞ്ഞ സ്വത്തുണ്ടെന്നും അതേക്കുറിച്ച് CBI അന്വേഷിക്കണമെന്നും കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഉത്തരവായി. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോകാൻ ഇരിക്കുകയാണ് അബ്രഹാം. സിംഗിൾ ബെഞ്ച് തനിക്കുള്ള വരുമാനം സംബന്ധിച്ച് താൻ സമർപ്പിച്ച വിവരങ്ങൾ ശരിക്കും പഠിച്ചില്ല എന്നാണ് അബ്രഹാത്തിന്റെ വാദം. അബ്രഹാത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച ജോമോൻ പുത്തൻപുരയ്ക്കൽ തനിക്കെതിരെ വ്യക്തിഗത വൈരാഗ്യം തീർക്കുകയായിരുന്നുവെന്ന് അബ്രഹാം പറയുന്നു. സർക്കാർ റെസ്റ്റ് ഹൗസ് ദുരുപയോഗം ചെയ്തതിന് ധനവകുപ്പ് സെക്രട്ടറി ആയിരിക്കെ താൻ പിഴ ചുമത്തിയതാണ് കാരണമെന്ന് അബ്രഹാം ചൂണ്ടിക്കാണിച്ചു. 13 ലക്ഷം രൂപയാണ് ജോമോൻ പുത്തൻപുരയ്ക്കലിന് ചുമത്തപ്പെട്ടത്. മുൻ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസും പിന്നിലുണ്ട്. ധനകാര്യ സെക്രട്ടറി ആയിരിക്കെ ജേക്കബ് തോമസിനെതിരെ 20 കോടിയുടെ ക്രമക്കേട് താൻ കണ്ടെത്തിയിരുന്നതായി അബ്രഹാം പറഞ്ഞു. ഇത് സംബന്ധിച്ച് സെക്രട്ടേറിയറ്റിലുള്ള ഫയലുകൾ വിളിച്ച് പരിശോധിക്കണമെന്നും അബ്രഹാം മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കെ മരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം ചീഫ് എഞ്ചിനീയർ M പെണ്ണമ്മയും ചേർന്ന് തന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് തനിക്കെതിരായ നടപടിയെക്കുറിച്ച് ജോമോൻ പറഞ്ഞു. 2016 ഓഗസ്റ്റ് 30 പെണ്ണമ്മയ്ക്കെതിരെയും ഒക്ടോബർ 7 അബ്രഹാത്തിനെതിരെയും വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതിന് താൻ വിജിലൻസിൽ പരാതി കൊടുത്തിരുന്നു. ഇതിലുള്ള വൈരാഗ്യത്തിലാണ് 2016 നവംബർ 2 തനിക്കെതിരെ ധനകാര്യ വകുപ്പ് പരിശോധനയ്ക്ക് ഉത്തരവായത്. വാടക നൽകാതെ എറണാകുളം റെസ്റ്റ് ഹൗസിൽ 17-ാം നമ്പർ മുറിയിൽ 20 വർഷം താമസിച്ചു എന്നായിരുന്നു ആക്ഷേപം. തന്റെ ഭാഗം കേൾക്കാതെ അബ്രഹാം അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് നൽകി. എന്നാൽ വാടക കുടിശ്ശികയ്ക്ക് സർക്കാർ ഇതുവരെ തനിക്ക് നോട്ടീസ് നൽകിയിട്ടില്ല. നിയമസഭയുടെ പെറ്റീഷൻസ് കമ്മിറ്റി തന്റെ പരാതി സ്വീകരിച്ച് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ജോമോൻ പറഞ്ഞു. തനിക്കെതിരെ ഉണ്ടെന്ന് പറയുന്ന കേസ് ഹൈക്കോടതി നേരത്തെ തള്ളിയതാണെന്നാണ് ജേക്കബ് തോമസിന്റെ വാദം. CBI അന്വേഷണം കഴിയുന്നതുവരെ അബ്രഹാം പദവികളിൽ നിന്നും വിട്ടു നിൽക്കണമെന്ന് ജേക്കബ് തോമസ് ആവശ്യപ്പെട്ടു. മറ്റൊരു ആവശ്യം ഇതുവരെ ഉന്നയിച്ചില്ല എന്നത് കൗതുകകരമാണ്. ഉദ്യോഗസ്ഥ തലത്തിൽ തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുവെന്നും അതേക്കുറിച്ച് ഒരു IPS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് അബ്രഹാം മുഖ്യമന്ത്രിക്ക് കത്തുകൊടുത്തു. ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഗൂഢാലോചനയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്തുണ്ടായിരുന്ന 2 പേരുടെ കൂടി ഒത്താശയുണ്ട്. താൻ ധനസെക്രട്ടറി ആയിരിക്കെ ഇവരുടെ അഴിമതി കണ്ടെത്തിയിരുന്നു. അത് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് അവരുടെ ഇടപാടുകളെ കുറിച്ച് നടത്തിയ അന്വേഷണത്തെ കുറിച്ച് അദ്ദേഹം കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. 3 പേരുടെയും ഫോൺ വിളികളുടെ ശബ്ദരേഖ തന്റെ കൈവശമുണ്ടെന്നും അബ്രഹാം കത്തിൽ പറഞ്ഞു. പരാതിക്കാരനായ ജോമോനെ കുറിച്ച് ഹൈക്കോടതി ജോമോൻ പുത്തൻപുരയ്ക്കൽ വേഴ്സസ് ലോകായുക്ത എന്ന കേസിൽ ഹൈക്കോടതി നടത്തിയ നിരീക്ഷണവും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. കേസ് അന്വേഷണം CBIക്ക് വിടാനുള്ള സിംഗിൾ ബെഞ്ചിന്റെ തീരുമാനത്തിനെതിരെ അപ്പീൽ പോകുന്നതിനുള്ള ആലോചനകൾ നടക്കുന്നതായും അദ്ദേഹം കത്തിൽ അറിയിച്ചു. സിംഗിൾ ബെഞ്ച് സംശയം പുറപ്പെടുവിച്ച തന്റെ ഭാര്യയുടെ ബാങ്ക് അക്കൗണ്ട് സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും പരസ്യപ്പെടുത്തിക്കൊണ്ട് ഇവയിൽ എന്താണ് സംശയാസ്പദമായി ഉള്ളതെന്ന് അദ്ദേഹം വെല്ലുവിളിച്ചു. ജോമോന്റെ പരാതിയിൽ പോലും ഇല്ലാത്ത ഒന്നാണ് ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണമെന്ന് അബ്രഹാം ചൂണ്ടിക്കാണിച്ചു. പൊതുജീവിതത്തിലെ അഴിമതിക്ക് എതിരായി കുരിശുയുദ്ധം നയിക്കുന്നവർക്കുള്ള സത്യേന്ദ്രകുമാർ ദുബെ ദേശീയ അവാർഡ്
2016 ലഭിച്ച ഭാരതത്തിലെ സംശുദ്ധമായ പൊതുജീവിതത്തിന്റെ പ്രതീകങ്ങളിൽ ഒരാളാണ് ഡോക്ടർ KM അബ്രഹാം. പൊതുജീവിതത്തിലെ സംശുദ്ധിക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച ഇന്ത്യൻ എക്കണോമിക് സർവീസിലെ യുവ ഓഫീസറായിരുന്നു സത്യേന്ദ്രകുമാർ ദുബെ. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി കാൺപൂർ ITI ആണ് ഈ അവാർഡ് ഏർപ്പെടുത്തിയത്. അഴിമതിക്കെതിരെ പട നയിച്ച് ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനായിരുന്നു പ്രഥമ സത്യേന്ദ്രകുമാർ ദുബെ അവാർഡ്. 1973 മുതൽ 2003 വരെ ജീവിതകാലം ജാർഖണ്ഡിലെ ഗോൾഡൻ ക്വിറ്റിലാറ്ററൽ ഹൈവേ നിർമ്മാണത്തിൽ ഉണ്ടായ തട്ടിപ്പ് കണ്ടെത്തി 6 കിലോമീറ്റർ റോഡ് പുനർനിർമ്മിക്കുന്നതിന് നടപടിയെടുത്ത ഉദ്യോഗസ്ഥൻ. 2003 നവംബർ 7-ന് ഈ സംഭവത്തിൽ മുറിവേറ്റവർ എല്ലാം ചേർന്ന സംഘം ഗയയിൽ വെച്ച് വെടിവെച്ച് കൊന്നു. പണം തട്ടുന്നതിന് കൊള്ളക്കാരാണ് കൊലപാതകത്തിന് പിന്നിൽ എന്നായിരുന്നു പോലീസ് കണ്ടെത്തൽ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് അംഗമായിരിക്കെ കുപ്രസിദ്ധമായ 40,000 കോടിയുടെ സഹാറ തട്ടിപ്പ് കേസ് പുറത്തു കൊണ്ടുവന്നതിനാണ് ഈ അവാർഡ്. അബ്രഹാം ഏറെ കഷ്ടപ്പാടുകൾ സഹിച്ചാണ് ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത്. 1982-ൽ IAS ലഭിച്ച അദ്ദേഹം കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ആയാണ് സർവീസിൽ നിന്നും വിരമിച്ചത്. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയി. ഇപ്പോൾ ക്യാബിനറ്റ് റാങ്കുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. കിഫ്ബിയുടെ സിഇഒയും. അബ്രഹാത്തിന്റെ പദ്ധതികളോടും രീതികളോടും എതിർപ്പുള്ളവർ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ സത്യസന്ധതയിലോ കഠിന അധ്വാനത്തിലോ ഏറ്റെടുക്കുന്ന ദൗത്യങ്ങൾ നിറവേറ്റുന്നതിലുള്ള സമർപ്പണത്തിലോ സംശയമുള്ളവർ കുറവാണ്. പിണറായി വിജയനോടുള്ള എതിർപ്പിന്റെ ഭാഗമായി പക്ഷേ ശത്രുക്കൾ ധാരാളമുണ്ട്. സഹാറ തട്ടിപ്പ് കേസ് ഒതുക്കി തീർക്കാൻ കേന്ദ്ര ധനമന്ത്രി പോലും ശ്രമിച്ചപ്പോൾ എതിർത്ത അബ്രഹാം 2 കോടി രൂപയ്ക്ക് അഴിമതി നടത്തുമെന്ന് എങ്ങനെ വിശ്വസിക്കും? അന്ന് സഹാറയുടെ വിഷയത്തിൽ ഒത്തുതീർപ്പിന് ശ്രമിച്ചെങ്കിൽ കോടികൾ ഉണ്ടാക്കാമായിരുന്നില്ലേ? അന്നും അബ്രഹാത്തെ കൊടുക്കാൻ നീക്കം നടന്നതാണ്. MCXSന് റെഗുലേറ്ററി അംഗീകാരം കൊടുത്തതിന് 2014-ൽ അദ്ദേഹത്തിനെതിരെ CBI കേസെടുത്തു. അന്ന് CBIക്കുള്ള തന്റെ 25 പേജുള്ള സുദീർഘമായ സമർപ്പണം അബ്രഹാം സ്വന്തം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. അക്കാലത്തെ CBI ഡയറക്ടർ രഞ്ജിത്ത് സിൻഹ സ്വഭാവഹത്യ നടത്തുന്നതായി അദ്ദേഹം ആരോപിച്ചു. ഏജൻസിയുടെ ചട്ടപ്രകാരമുള്ള രഹസ്യാത്മകത അന്വേഷണത്തിൽ പുലർത്തുന്നില്ലെന്നും കുറ്റപ്പെടുത്തി. നാഷണൽ സ്പോർട്ട് എക്സ്ചേഞ്ച് തട്ടിപ്പിലെ പ്രതികളെ രക്ഷിക്കുവാനാണ് സിൻഹ ശ്രമിക്കുന്നതെന്നും ആരോപിച്ചു. CBIക്ക് MCXSന്റെ കാര്യത്തിൽ അന്വേഷണ അധികാരം ഇല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അന്വേഷണം നടത്തുന്നതിന് നിയമപ്രകാരമുള്ള അനുമതിയും ലഭിച്ചിട്ടില്ല. സെബിയിലായിരുന്ന കാലത്ത് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് അന്നത്തെ ധനമന്ത്രി പ്രണബ് മുഖർജിയുടെ പ്രവർത്തികളെ കുറിച്ച് രഹസ്യകത്ത് അയച്ചു. കേരളത്തിൽ തിരിച്ചെത്തിയ അബ്രഹാം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ മന്ത്രിയായിരിക്കെ മന്ത്രിയുമായി പല കാര്യത്തിലും കൃത്യമായ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചു. ധനകാര്യ സെക്രട്ടറി ആയിരുന്ന കാലത്താണ് കശുവണ്ടി കച്ചവടത്തിലെ തട്ടിപ്പിനെ കുറിച്ച് അന്വേഷിക്കുവാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടത്. അതിലെ കള്ളത്തരങ്ങൾ വെളിവാക്കിക്കൊണ്ട് വിശദമായ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിച്ചു. അതിന്റെ വെളിച്ചത്തിൽ കശുവണ്ടി കച്ചവടത്തെ കുറിച്ച് CBI അന്വേഷണം നടത്താൻ ഉത്തരവായി. അന്വേഷണത്തിൽ 500 കോടിയുടെ തട്ടിപ്പ് കണ്ടെത്തുകയും ചെയ്തു. ആ കേസ് തുടരുകയാണ്. ഇതിനിടെയാണ് ജോമോന്റെയും തോമസ് ജേക്കബിന്റെയും സ്കഡുകൾ വരുന്നത്. ഹൈക്കോടതി വരവിൽ കവിഞ്ഞ വരുമാനം ഉണ്ടാക്കി എന്നതിന് ആധാരമാക്കിയതായി കരുതപ്പെടുന്ന ഭാര്യ ഷേളിയുടെ ബാങ്ക് ഇടപാടുകളുടെ രേഖകളെല്ലാം അബ്രഹാം പുറത്തുവിട്ടു. താനും സഹോദരന്മാരും ചേർന്ന് കൊല്ലത്തെ തങ്ങളുടെ കുടുംബ വീട് മാതാപിതാക്കളുടെ മരണശേഷം ഷോപ്പിംഗ് കോംപ്ലക്സ് ആക്കിയതിന്റെ പിന്നാമ്പുറ കഥകളെല്ലാം അദ്ദേഹം പുറത്തുവിട്ടു. ഇനി ഹൈക്കോടതിയെ സമീപിക്കുകയാണ് നീതിക്ക് വേണ്ടി. കർശനമായ സാമ്പത്തിക അച്ചടക്കം പാലിച്ചു. മദ്യപാനവും ക്ലബ്ബ് ജീവിതവും പോലുള്ള ആഡംബരങ്ങൾ വേണ്ടെന്ന് വെച്ച് മാന്യമായി ജീവിക്കുന്ന ആരിലും കണ്ടെത്താവുന്ന ഒന്നാണ് വരുമാനത്തിന് അപ്പുറമുള്ള സ്വത്ത് എന്ന യാഥാർത്ഥ്യമുണ്ട്. ഓഫീസ്, വീട്, പള്ളി എന്ന 3 തൂണുകളിൽ തിരിയുന്ന ജീവിതമാണ് അബ്രഹാത്തിൻ്റെത്. അതുകൊണ്ട് സത്യമറിയാൻ ഏറെ കൗതുകത്തോടെ കാത്തിരിക്കുന്നവർ ഏറെയുണ്ട്. രേഖകൾ കൃത്യമായി പരിശോധിക്കപ്പെട്ടാൽ തനിക്ക് ഭയപ്പെടാൻ ഒന്നുമില്ല എന്നാണ് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കൊടുത്ത കത്തിൽ വ്യക്തമാക്കുന്നത്. ഷിലോഹാന്റെ കാഴ്ചകൾ ഇനി അടുത്തയാഴ്ച.